കേരള നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് മുന്നിൽ സ്പീക്കർക്ക് പോലും മുട്ടുമടക്കേണ്ടി വന്നു. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രതിപക്ഷം ആഞ്ഞടിച്ചപ്പോൾ ഭരണപക്ഷത്തിന് പ്രതിരോധത്തിലാകാനേ സാധിച്ചുള്ളൂ. പ്രതിഷേധം ശക്തമായതോടെ ചോദ്യോത്തരവേള നിർത്തിവെച്ച് സഭാ നടപടികൾ താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വന്നു. ശബരിമലയിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 19-ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയെങ്കിലും അന്ന് അത് ഉന്നയിക്കാൻ പോലും സർക്കാർ അനുവദിച്ചിരുന്നില്ല. ഇവിടെയാണ് ഭരണപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. അന്ന് പ്രമേയം ഉന്നയിക്കാൻ അവസരം നൽകാതിരുന്ന സ്പീക്കർ ഇന്നത്തെ പ്രതിഷേധത്തിനിടയിൽ നിങ്ങൾ നോട്ടീസ് നൽകിയോ എന്നാണ് പ്രതിപക്ഷത്തോട് ചോദിച്ചത്. വിഷയം ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ കളിക്കുന്ന തരം താണ രാഷ്ട്രീയമാണിത്. ശബരിമലയിലെ സ്വർണം കാണാതായ സംഭവത്തിൽ സർക്കാരിന് ഗുരുതരമായ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ശക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ ഉടൻ പിരിച്ചുവിടണം എന്നീ ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പക്ഷേ ഇതിനോട് പ്രതികരിക്കാൻ സ്പീക്കറോ ഭരണപക്ഷ അംഗങ്ങളോ ഇതുവരെ തയ്യാറായിട്ടില്ല. മറിച്ച് വിഷയത്തിൽ പ്രതിരോധം തീർക്കാൻ ഭരണപക്ഷം ആവർത്തിക്കുന്നത് ഒരേയൊരു കാര്യം മാത്രമാണ്: വിഷയം ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്, അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന്. എന്നാൽ ഹൈക്കോടതിക്ക് തന്നെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നതും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ തെളിവാണ്. കേവലം സ്വാഗതം ചെയ്യുകയല്ല, മറിച്ച് തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണെന്ന് തുറന്നു പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച പോലെ 2022 തന്നെ സ്വർണം കാണാതായ വിവരങ്ങൾ സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിയാമായിരുന്നു. എന്നിട്ടും അത് രഹസ്യമാക്കി വെക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നോ എന്ന ചോദ്യം ഉയരുകയാണ്. കട്ടകള്ളന്മാർ അമ്പലം വിഴുങ്ങികൾ എന്ന ബാനറുമായി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ ഭരണപക്ഷം നേരിട്ടത് ചർച്ചയിൽ നിന്ന് ഭയന്നോടുന്ന ഭീരുക്കൾ എന്ന വിമർശനം കൊണ്ടാണ്. എന്നാൽ വിശ്വാസികളുടെ പണം ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന ഈ ആരോപണത്തിൽ നേർക്കുനേർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് ആരാണെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. പ്രതിഷേധം കനത്തതോടെ ഒടുവിൽ സ്പീക്കർ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയത് ഈ വിഷയത്തിൽ ഭരണപക്ഷം പ്രതിരോധത്തിലായി എന്നതിന് തെളിവാണ്. മന്ത്രിയുടെ രാജിയും ദേവസ്വം ബോർഡിന്റെ പിരിച്ചുവിടലും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടരുമ്പോൾ ഈ വിവാദം നിയമസഭയിൽ അവസാനിക്കുന്നില്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തിലും ഇത് വലിയ ചലനമുണ്ടാക്കുമെന്നതിൽ സംശയമില്ല.